അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 4-ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ, പാഠം 4, ഹംസുൻ ലിവാഉൻ. ലിവാഉൻ ലിവാഉൻ എന്താണ് ലിവാഉൻ? ലിവാഉൻ എന്ന് വെച്ചാൽ കൊടി എന്നാണ് അർത്ഥം കേട്ടോ. ഹംസുൻ ഇതെന്താണ്? ഹംസുൻ ആണ്. ഹംസുൻ്റെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗം നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കാരണം ഇതിൽ കുറച്ച് റൂൾസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ റൂൾസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ആക്ടിവിറ്റീസൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഹംസ്. ഹംസുൻ. ഹംസിന് അലിഫിൻ്റെ അതേ സൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നോക്കിയേ, ആ, ഇ, ഉ, എ, അൻ, ഇൻ, ഉൻ. ഇനി താഴെ നോക്കിയേ, ഹംസ് മിക്കവാറും സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല. ഹംസിന് ഒരു ഇരിപ്പിടം ആവശ്യമായിട്ട് വരും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ എങ്ങനെയാണ് ആ ഇരിപ്പിടം നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഹംസ് ആ, ഇ, ഉ, എ, അൻ, ഇൻ, ഉൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാവും അല്ലേ. ഹംസിന് ഫതഹ് ആണെങ്കിൽ നമ്മൾ അലിഫ് കൊടുക്കും, കിസറ ആണെങ്കിൽ നമ്മൾ യാ കൊടുക്കും ഇരിപ്പിടമായിട്ട്. ഹംസിന് ലമ്മ ആണെങ്കിൽ നമ്മൾ വാവും കൊടുക്കും. സുക്കൂൻ ആണെങ്കിൽ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഇരിപ്പിടം കൊടുക്കുന്നത്. ഫതഹ് തൻവീനും കിസറ തൻവീനും ലമ്മ തൻവീനും ആണെങ്കിലും നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ താഴോട്ട് വാക്കുകളിലൂടെ നമുക്ക് പഠിക്കാം. അകല, അക്കല. അകല, അക്കല. ഇബ്രീഖുൻ, ഇബ്രീഖുൻ. ഇബ്രീഖുൻ, ഇബ്രീഖുൻ. ഉളുനുൻ, ഉളുനുൻ. ഉളുനുൻ, ഉളുനുൻ. സഅല, സഅല. സഅല, സഅല. യൗമഇദിൻ, യൗമഇദിൻ. യൗമഇദിൻ, യൗമഇദിൻ. റുഊസുൻ, റുഊസുൻ. റുഊസുൻ, റുഊസുൻ. ഫഅറുൻ, ഫഅറുൻ. ഫഅറുൻ, ഫഅറുൻ. ബിഅസ, ബിഅസ. ബിഅസ, ബിഅസ. യുഅ്മിനൂന, യുഅ്മിനൂന. യുഅ്മിനൂന, യുഅ്മിനൂന. സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ വായിക്കുന്നത്? അക്ഷരങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ വായിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ സ്പീഡിൽ വായിക്കാൻ ശ്രമിക്കണം. മുബ്തദഉൻ, മുബ്തദഉൻ. മുബ്തദഉൻ, മുബ്തദഉൻ. ഷാത്വിഉൻ, ഷാത്വിഉൻ. ഷാത്വിഉൻ, ഷാത്വിഉൻ. ലുഅ്ലുഉൻ, ലുഅ്ലുഉൻ. ലുഅ്ലുഉൻ, ലുഅ്ലുഉൻ. നിസാഅൻ, നിസാഅൻ. നിസാഅൻ, നിസാഅൻ. ഷൈഇൻ, ഷൈഇൻ. ഷൈഇൻ, ഷൈഇൻ. ഖുറൂഉൻ, ഖുറൂഉൻ. ഖുറൂഉൻ, ഖുറൂഉൻ. ആമന, ആമന. ആമന, ആമന. ഈമാനൻ, ഈമാനൻ. ഈമാനൻ, ഈമാനൻ. ഊമിന, ഊമിന. ഊമിന, ഊമിന. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. അക്കല, ഇബ്രീഖുൻ, ഉളുനുൻ. സഅല, യൗമഇദിൻ. റുഊസുൻ, ഫഅറുൻ. ബിഅസ, യുഅ്മിനൂന. മുബ്തദഉൻ, ഷാത്വിഉൻ. ലുഅ്ലുഉൻ. നിസാഅൻ, ഷൈഇൻ. ഖുറൂഉൻ, ആമന. ഈമാനൻ, ഊ
ഹംസിന. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പല സ്ഥലത്തും ഹംസ് പല ഇടങ്ങളിലാണല്ലോ ഇരിക്കുന്നത്, പല രീതിയിലാണല്ലോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ തോന്നും അല്ലേ. അതിന് ഹംസിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഹംസ് ഇരിക്കാറുള്ളത്. അപ്പോൾ ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആ റോയൊന്ന് നോക്കി. അക്കല ഇബിരീഖുൻ ഉദുനുൻ. അവിടെ ഹംസ് ആകെ അലിഫിൽ മാത്രമാണ് വന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ അലിഫിൽ മാത്രം വന്നത്? ഒരു വാക്കിൻ്റെ ആദ്യത്തിലാണ് ഹംസ് വരുന്നതെങ്കിൽ ഹംസ് എപ്പോഴും അലിഫിൻ്റെ മുകളിലായിരിക്കും. ഈ വാക്കുകളുടെ എല്ലാം ആദ്യത്തിലാണ് ഹംസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹംസ് അലിഫിൻ്റെ മുകളിൽ. നോക്ക്, ഇവിടെ എല്ലാം അലിഫ് ആദ്യത്തിൽ വന്നു, അലിഫിൻ്റെ കൂടെ ഹംസും വന്നു അല്ലേ. ഹംസ് ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ വരുവാണെങ്കിൽ എപ്പോഴും അലിഫിനൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഇനി ഒരു വാക്കിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇടയ്ക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു വാക്കിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ചിഹ്നം നോക്കി ഇരിപ്പിടം തീരുമാനിക്കാം. അതായത് ഫതഹ ആണെങ്കിൽ അലിഫിൻ്റെ മുകളിൽ വരും, കിസറാണെങ്കിൽ യാഇൻ്റെ മുകളിൽ വരും, ലമ്മാണെങ്കിൽ വാവിൻ്റെ മുകളിലും വരും. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ചിഹ്നം നോക്കി നമുക്ക് ഹംസിന് ഇരിപ്പിടം തീരുമാനിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹംസിൻ്റെ ചിഹ്നം സുക്കൂനാണെങ്കിൽ, അതായത് വാക്കിൻ്റെ ഇടയ്ക്കാണ് വന്നത് പക്ഷേ ഹംസിൻ്റെ ചിഹ്നം സുക്കൂനാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിഹ്നം നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ചിഹ്നം നോക്കി തീരുമാനിക്കുമ്പം അലിഫാണോ യാ ആണോ വാവാണോ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ സുക്കൂനാണെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം നോക്കി തീരുമാനിക്കും? ആ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കി തീരുമാനിക്കണം. അതായത് ഹംസിൻ്റെ ചിഹ്നം സുക്കൂനാണെങ്കിൽ ഹംസിന് തൊട്ട് മുമ്പ് വന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കി തീരുമാനിക്കണം. ഹംസിൻ്റെ തൊട്ട് മുമ്പിൽ ഇവിടെ ഫത്തഹ വന്നുകൊണ്ട് ഫറുൻ എന്നതിൽ അലിഫ് കൊടുത്ത്, ഹംസിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസർ വന്നതുകൊണ്ട് അവിടെ യാ കൊടുത്തു. ഹംസിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ വന്നതുകൊണ്ട് ഇവിടെ വാവും കൊടുത്തു. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഹംസ് ഒരു വാക്കിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ചിഹ്നം തീരുമാനിക്കും, അതിന് എന്തിരിപ്പടം കൊടുക്കണമെന്ന്. ഫതഹ ആണെങ്കിൽ അലിഫ് കൊടുക്കണം, കിസറാണെങ്കിൽ യാ കൊടുക്കണം, ലമ്മാണെങ്കിൽ വാവ് കൊടുക്കണം. ഇനി അഥവാ സുക്കൂനാണെങ്കിൽ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഏത് ചിഹ്നമാണോ അതിനനുസരിച്ച് കൊടുക്കാം. ഫതഹ ആണെങ്കിൽ അലിഫ് കൊടുക്കാം, കിസറാണെങ്കിൽ യാ കൊടുക്കാം, ലമ്മാണെങ്കിൽ വാവും കൊടുക്കാം. ഇനി അഥവാ അവസാനത്തിലാണ് ഹംസ് വരുന്നതെങ്കിൽ എന്താ ചെയ്യും? അവസാനത്തിലാണ് ഹംസ് വരുന്നതെങ്കിൽ തൊട്ടു മുമ്പുള്ള അക്ഷരവും ചിഹ്നവുമാണ് ഹംസിന് ഒറ്റയ്ക്ക് നിൽക്കണോ അതോ കൂട്ടത്തിൽ നിർത്തണം, ഇരിപ്പിടത്തിൽ ഇരുത്തണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഹംസ് അവസാനത്തിലാണ് വരുന്നതെങ്കിൽ ഹംസിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരവും അതിൻ്റെ ചിഹ്നവും നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ മുബത്തദ ഉൻ എന്നുള്ളതിന് ഹംസിന് ലമ്മ തൻവീനാണ് വന്നിരിക്കുന്നത്, പക്ഷേ അവിടെ അലിഫിൻ്റെ മുകളിലാണ് ഇരുത്തിയേക്കുന്നത്. സാധാരണ ലമ്മ തൻവീനാണ് വരുന്നതെങ്കിൽ നമ്മൾ വാവാണ് കൊടുക്കാറുള്ളത്, പക്ഷേ ഇവിടെ എന്താ അലിഫ് തന്നെ കൊടുത്തത്. അപ്പോൾ അവസാനം വരുന്ന ഹംസിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നോക്കുന്നത്. മനസ്സിലായോ? തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നവും നോക്കും, ആ അക്ഷരവും ഏതാണെന്ന് നോക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കിയിട്ടാണ് ഇവിടെ അലിഫിനെ കൊടുത്തത്. പക്ഷേ താഴത്തത് നോക്കിയേ, ഇതും അവസാനം വന്ന ഹംസാണ്. തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കിയപ്പം അലിഫാണ് വന്നത്. അലിഫ് വന്നതുകൊണ്ട് നമുക്ക് ഹംസിനെ ഒറ്റയ്ക്ക് നിർത്താം. അപ്പോൾ ഹംസ അവസാനത്തിൽ വരുമ്പോൾ ഇരിപ്പിടം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരവും ഹർക്കത്തും ഒക്കെ അല്ലേ. അപ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം അലിഫോ യാഓ വാവോ ഒക്കെ ആണെങ്കിൽ ഹംസ് ഒറ്റയ്ക്ക് നിൽക്കും. അതല്ല വേറെ അക്ഷരമാണ് എന്നുണ്ടെങ്കിൽ ഹംസ ഒറ്റയ്ക്ക് നിൽക്കില്ല, പകരം എന്താണ് ആ അക്ഷരത്തിൻ്റെ ചിഹ്നത്തിനനുസരിച്ച് നിൽക്കും. ഇവിടെ ദാല് വന്നു, ദാലിന് ഫതഹ ആയതുകൊണ്ട് അലിഫിൽ നിന്നു. ഇവിടെ ത്വാ ആണ് വന്നത്, ത്വാഇന് കിസർ ആയതുകൊണ്ട് യാഇൽ നിന്നു. അപ്പോൾ ഇവിടെ അലിഫ് വന്നതുകൊണ്ട് ഹംസ് ഒറ്റയ്ക്ക് നിന്നു. അപ്പോൾ മനസ്സിലായല്ലോ.
ഇനിയിപ്പോൾ മദ്ദിലാണ് വരുന്നതെങ്കിലും മദ് വരുന്നെന്നുണ്ടെങ്കിലും അലിഫിൽ തന്നെ നിൽക്കത്തുള്ളൂ. അതായത് അക്ഷരത്തിൻ്റെ ആദ്യത്തിൽ വരുന്നത് കൊണ്ട് എങ്ങനെ വരും? അലിഫിൽ തന്നെ വരും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് റൂളുകൾ. ഈ റൂള് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചത് ഒന്ന് കാണിച്ചു തരാം. ഒരു വാക്കിൻ്റെ തുടക്കത്തിലെ ഹംസ് എപ്പോഴും അലിഫിൻ്റെ മുകളിലായിരിക്കും. ഒരു വാക്കിൻ്റെ ഇടയ്ക്ക് ഹംസ് വരുമ്പോൾ ചിഹ്നം നോക്കി ഇരിപ്പിടം തീരുമാനിക്കാം. ഫത്തഹ് ആണെങ്കിൽ അലിഫ്, കിസർ ആണെങ്കിൽ യാ, ലം ആണെങ്കിൽ വാവ്. ഒരു വാക്കിൻ്റെ ഇടയ്ക്ക് ഹംസ് വരുമ്പോൾ ഹംസിൻ്റെ ചിഹ്നം സുക്കൂൻ ആണെങ്കിൽ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നത്തിനനുസരിച്ചായിരിക്കും ഇരിപ്പിടം തീരുമാനിക്കുന്നത്. ഒരു വാക്കിൻ്റെ അവസാനമാണ് ഹംസ് വരുന്നതെങ്കിൽ തൊട്ടു മുമ്പുള്ള അക്ഷരവും ചിഹ്നവുമാണ് ഹംസ് ഒറ്റയ്ക്ക് നിൽക്കണോ ഇരിപ്പിടത്തിൽ ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. തൊട്ടു മുമ്പുള്ള അക്ഷരം അലിഫ്, യാ, വാവ്. ഇതിൽ ഏതെങ്കിലും അക്ഷരമാണ് ഹംസിന് തൊട്ടു മുമ്പ് വരുന്നതെങ്കിൽ ഹംസ് ഒറ്റയ്ക്ക് നിൽക്കും. അതല്ലെങ്കിൽ ചിഹ്നത്തിനനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഹംസിൻ്റെ ഗോൾഡൻ റൂൾസ്. ഓക്കെ, അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതിലുമല്ല പ്രധാനം, മനസ്സിലാക്കി വെക്കുന്നതിലാണ് പ്രാധാന്യം. കാര്യം ഇതെടുത്ത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കാണാതെ പഠിച്ചു വെച്ചിരുന്നിട്ട് കാര്യമില്ല, മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ എക്സാമ്പിളും കൂടി മനസ്സിൽ ഓർത്ത് വെക്കണം. ഓരോന്നിൻ്റെയും എക്സാമ്പിളും കൂടി മനസ്സിൽ ഓർത്ത് വെക്കണം. ഇപ്പോൾ പാഠം വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതെന്തിനാണ് നമ്മളിത് പഠിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആക്ടിവിറ്റി ഇതിനെ ബേസ് ചെയ്ത് ചെയ്യാനുണ്ട്. അത് പുറകെ വരും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്ന്, എഴുതാം. ഇവിടെ ഹംസിൻ്റെ പല രൂപങ്ങൾ തന്നിട്ടുണ്ട്, അത് പകർത്തി എഴുതുക. അടുത്തത്, ശരി തിരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ നമുക്ക് റൂള് ഓർത്ത് വേണം എഴുതാൻ. അക്കല, ഹംസ് തനിച്ച് നിൽക്കുന്നു. ആദ്യത്തിൽ ഹംസ് ഒരിക്കലും തനിച്ച് നിൽക്കില്ല, അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ അലിഫിൻ്റെ മുകളിൽ വന്നു, ആദ്യത്തിൽ വരുമ്പോൾ അലിഫിൻ്റെ മുകളിലാണ് വരാറുള്ളത്. ഇവിടെ വാവാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിലേതാ ശരി? ഇതാണ് ശരി. കണ്ടോ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂള് പഠിച്ചു വെച്ചത്. അടുത്തത് ബിസ, ഇടയ്ക്കാണ് വന്നത്. ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്? ചിഹ്നത്തിനനുസരിച്ച് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സുക്കൂൻ ആയതുകൊണ്ട് ആരുടെ ചിഹ്നത്തിനനുസരിച്ചാണ് വരുന്നത്? തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നത്തിനനുസരിച്ചായിരിക്കും വരുന്നത്. തൊട്ടു മുമ്പുള്ള അക്ഷരം ഇവിടെ വാവ്, ബ. തൊട്ടു മുമ്പുള്ള അക്ഷരം ഹംസിന് മുമ്പ് ഇവിടെ ബ ആണ്. ബഇന് കിസറാണ്. കിസർ വരുമ്പം വാവാണോ വരേണ്ടത്? അല്ല, യാ ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ വാവ് വന്നു, അത് തെറ്റാണ്. ഇവിടെ അലിഫ് വന്നു, അതും തെറ്റാണ്. ഇവിടെ യാ വന്നു. അപ്പോൾ ഏതാ ശരി? ഇതാണ് ശരി. ഇനി അടുത്തത് ഖുറൂഉൻ എന്നാണ് വാക്ക്. അപ്പോൾ ഖുറൂഉൻ എന്ന് വരുന്നതിൽ തൊട്ട് മുമ്പ് വരുന്നത്, ഹംസിന് തൊട്ട് മുമ്പ് വരുന്നത് വാവാണല്ലേ? ഹംസിന് തൊട്ട് മുമ്പ് വാവ് വന്നതുകൊണ്ട് വാവ് വന്നാൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇരിപ്പിടത്തിൽ ഇരിക്കുമോ? ഇല്ലല്ലേ. അലിഫ്, യാ, വാവ് ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ഒറ്റയ്ക്ക് നിൽക്കും. അലിഫ്, ഹംസ് ഒറ്റയ്ക്ക് നിൽക്കും. അപ്പോൾ ഏതാ ശരി? ഇതാണ് ശരി അല്ലേ? അടുത്തത് സഅല. സഅല എന്നാണ് മൂന്നും വായിക്കുന്നത്. പക്ഷേ ഇതിലേതാണ് ശരി? സഅല എന്ന് പറയുമ്പോൾ ഹംസിന് ഫത്തഹ് ചിഹ്നമാണ് വരുന്നത്. അല എന്ന വേർഡിൽ ഹംസ് വരുന്നത് ഇടയ്ക്കാണല്ലേ? അപ്പോൾ ഹംസിന് ചിഹ്നം ഉണ്ടോ എന്ന് നോക്കണം. ഹംസിന് ചിഹ്നമുണ്ട്, എന്ന ചിഹ്നമാണല്ലേ? അപ്പം ഫത്തഹ് ചിഹ്നമാണ്. അപ്പോൾ ഫത്തഹ് ചിഹ്നം വരുമ്പോൾ ഏതിന് മുകളിലായിരിക്കും? അലിഫിന് മുകളിലായിരിക്കും. അപ്പം ഇതാണോ ശരി? അല്ല, അത് തെറ്റ്. ഇതാണോ ശരി? ഇതാണ് ശരി. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു നിയമങ്ങൾ? ഈ റോയിലെ നിയമം എന്താണ്? ഹംസ് ആദ്യത്തെ അക്ഷരമായിട്ട് വന്നു, അതുകൊണ്ട് ഇത് ശരി. ഈ റോയിലെ നിയമം എന്താണ്? ഹംസിന് സുക്കൂനാണ്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കി, അത് കിസറായതുകൊണ്ട് യാന് മുകളിൽ വന്നു, അതും ശരി. ഇനി അടുത്ത് നോക്കി, ഹംസ് ലാസ്റ്റാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷരം നോക്കും. തൊട്ടടുത്തുള്ള അക്ഷരം വാവാണ്. അപ്പോൾ വാവ് വന്നതുകൊണ്ട് ഹംസ് തനിയെ നിൽക്കും. അപ്പോൾ ഇതാണ് ശരി,
ഇനി അടുത്തത് സഅല എന്ന വേർഡാണ്. അത് അലിഫ് ഹംസ് ഇടയ്ക്കാണ് വന്നത്. ഇടയ്ക്ക് വന്നതുകൊണ്ട് നമ്മൾ ഹംസിന് ചിഹ്നം ഉണ്ടോ എന്ന് നോക്കും. സുക്കൂനല്ല എന്നുണ്ടെങ്കിൽ ഹംസിൻ്റെ ചിഹ്നം നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുക. ഇവിടെ സുക്കൂനല്ല, ഫത്തഹാണ്. അതുകൊണ്ട് അലിഫിൻ്റെ മുകളിൽ എഴുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇതിലെ ശരിയുത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ശരിയുത്തരങ്ങൾ. ഇത് നോക്കി എഴുതുക. അക്കല, ബിഅസ, ഖുറൂഉൻ, സഅല. അപ്പോൾ റൂൾ അനുസരിച്ച് എഴുതാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ചേർത്തെഴുതാം. ഇവിടെ പിരിച്ച് കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ചേർത്തെഴുതണം. ആദ്യം ഈ വാക്കുകളൊന്ന് വായിച്ചാലോ. മുഅ്മിനുൻ, യഅജൂജു, റഈസുൻ, സുഹറാഉ. മുഅ്മിനുൻ, യഅജൂജു, റഈസുൻ, സുഹറാഉ. അപ്പോൾ ഇതെങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? ഇങ്ങനെയാണ് ചേർത്തെഴുതുന്നത്. മുഅ്മിനുൻ, യഅജൂജു, റഈസുൻ, സുഹറാഉ. കണ്ടോ? അപ്പോൾ ഇതുപോലെ എഴുതുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. 4ാമത്തെ ആക്ടിവിറ്റി, പേരിൽ ഹംസ് വരുന്ന 5 കൂട്ടുകാരുടെ പേരെഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കുള്ള കൂട്ടുകാരുടെ പേര് ഇവിടെ എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 5 പേരുടെ പേര്, 5 അല്ല 6 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അഹ്മദ്, ഇസ്മായിൽ, അസ്മ, റഅഫ, ഈമാൻ, അമീൻ. കണ്ടോ? ഈ 5 പേരുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. എഴുതുക, വായിക്കാം. ആദ്യം നമുക്കിത് വായിച്ച് നോക്കാം, എന്നിട്ട് കോപ്പി എഴുതാം. ഓക്കെ, ഒന്ന് നോക്കിയേ. വ സ വാ ഉൻ അലൈഹിം, വസവാ ഉൻ അലൈഹിം. അ അൻദർതഹും, അ അൻദർതഹും. അം ലം തുൻദിർഹും, അം ലം തുൻദിർഹും. അപ്പോൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് പകർത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി അവസാനിക്കുകയാണ്. നമുക്ക് പാഠഭാഗം ഒന്നുകൂടി വായിച്ചതിന് ശേഷം ഈ പാഠം അവസാനിപ്പിക്കാം. നോക്കാം. ലിവാ ഉൻ, ഹംസുൻ, അക്കല, ഇബ്രീഖുൻ, ഉദുനുൻ, സഅല, യൗമഇദിൻ, റഊസുൻ, ഫഅറുൻ, ബിഅസ, യുഅ്മിനൂന, മുബ്തദഉൻ, ഷാതിഉൻ, ലുഅ്ലുഉൻ, നിസാഅൻ, ഷൈഇൻ, ഖുറൂഉൻ, ആമന, ഈമാനൻ, ഊമിന. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഹംസിൻ്റെ നിയമങ്ങൾ പഠിച്ചു വെക്കണം, മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.